ഇന്ന് നമ്മൾ വേറൊരു റെസിപ്പി ആയിട്ടാണ് വന്നു കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഓമക്കായ, ചില സ്ഥലങ്ങളിൽ കപ്ലങ്ങ, പപ്പായ എന്നൊക്കെ പറയും. ഞങ്ങളിവിടെ കൂടുതലും ഓമക്കായ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഓമക്കായനെ നമുക്ക് എന്ത് വേണം, കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം പൊടി പൊടിയായി അരിഞ്ഞെടുക്കണം. ഇത് എന്ത് കറി വെക്കാനാന്നല്ലേ, നമ്മുടെ മോര് വെച്ചിട്ട് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം. നമ്മൾ മോര് കാച്ചാറുണ്ടല്ലേ, മോര് കാച്ചി നമ്മൾ ചോറിലേക്ക് കൂട്ടും. മോര് നമ്മൾ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇഞ്ചിയൊക്കെ ചതച്ചിട്ടിട്ട് മോരും വെള്ളമായിട്ട് നമ്മൾ എടുക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്താണ് കറി വെക്കുകയെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെയായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഇന്ന് ഇങ്ങനെ ഒരു കറി വെച്ച് നോക്കാമെന്ന്. അപ്പോൾ ഇത് നമ്മുടെ ഓമക്കായ നമ്മൾ പൊടി പൊടിയായി അരിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മോര് വേണം, അതേപോലെ ചുവന്നുള്ളി, വേപ്പില. ഞാനിവിടെ എടുത്തിട്ടുള്ള മോര് അത്യാവശ്യം നല്ല പുളിയുണ്ട് കേട്ടോ മോരിന്. നമുക്ക് എത്ര പുളി വേണമെന്നില്ല. അപ്പോൾ നമുക്ക് പുളിയുള്ള മോര കിട്ടിയത്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് പുളി ഉള്ളതായാലും കുഴപ്പമില്ല, ഇല്ലാത്തതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി നമ്മൾ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ കടുകൊക്കെ പൊട്ടിക്കുക. അതായത് നമ്മൾ സാധാരണ കലാപരിപാടികൾ, കടുക് പൊട്ടിക്കുക, നമ്മുടെ വറ്റൽമുളക് പൊട്ടിക്കുക, അതിൻ്റെ കൂടെ വേപ്പില ഇട്ട് കൊടുക്കുക, പിന്നെ നമ്മുടെ ഈ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ചക്കാന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെ നല്ലോണം ഇങ്ങനെ വഴറ്റി വന്ന് മൂത്ത് വരണ വരെ എന്ത് വേണം, നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കൈ വിടാതെ ഇളക്കണം എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. കാരണം നമുക്ക് കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ കൈ കടയും. എനിക്ക് കൈ കടയും കേട്ടോ. അപ്പോൾ ഞാനത് കാരണം കുറച്ച് നേരം ഇളക്കും, കുറച്ച് നേരം കൈ മാറ്റി വയ്ക്കും. ഇനി ഇതിലേക്ക് നമ്മുടെ ഓമക്കായ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്തതിന് ശേഷം എന്ത് വേണം, നമുക്ക് വീണ്ടും ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത്, ഉപ്പിട്ട് കൊടുത്തോളൂ. അപ്പോൾ നമ്മളിതിങ്ങനെ നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മുടെ മുളക് പൊടി, അത് തോനൊന്നും വേണ്ട, ജസ്റ്റ് ഒരു എരിവിന് പാകത്തിനുള്ള അത്രയും മുളകും പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ എൻ്റെ വീട്ടിലത്തെ മുളകും പൊടി വെച്ചാൽ നല്ല എരിവുണ്ട് കേട്ടോ, കാരണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല മുളകും പൊടി. അപ്പോൾ അതും നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം എന്ത് വേണം, ഇതെല്ലാം കൂടി വീണ്ടും നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലവണ്ണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെ എല്ലാം മിക്സായി കിട്ടും. ഇനി ഇത് ആയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ വേവിക്കുമ്പോൾ നമുക്ക് ശരിയാവില്ല. ചെറിയൊരു ആവിയിൽ കിടന്നിട്ട് ഇതൊന്ന് വേവണം. അപ്പോൾ അതിനായിട്ട് നമുക്കിതിനെ ഒന്ന് മൂടി വയ്ക്കാം. കുറേ നേരമൊന്നും വേണ്ട കേട്ടോ, ഒരു 10-15 മിനിറ്റ് നേരമൊക്കെ മതി. അപ്പോൾ ഇത് നമ്മൾ മൂടി തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഓമക്കായ ഒന്ന് ആവി കയറി കിട്ടിയിട്ടുണ്ട്. ഇത്രയേ വേണ്ടൂ, ഇത്രയേ ആവശ്യമുള്ളൂ നമുക്ക്, കണ്ടു. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് എന്ത് വേണം, നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള മോര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ പണി. ഇതേ നമ്മുടെ കറി എന്ന് പറയുന്നത് ഈ മോര് ഒഴിച്ച് കൊടുത്താൽ തന്നെ നമ്മുടെ കറി ഇവിടെ റെഡിയായി. വേറെ നമുക്ക് പ്രത്യേകിച്ച് ഇനി ഇതിലേക്ക് ഒരു കാര്യങ്ങളും ഇല്ല. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതും ജസ്റ്റ് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ ഓമക്കായിലേക്കൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ആയി കിട്ടണം. നല്ല ക്രീമി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് നമ്മുടെ മോര്. നമ്മൾ ശരിക്കും കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പോലെ അതുപോലെ നല്ല ക്രീമി ആയിട്ട്. അപ്പോൾ നല്ലോണം തിളയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നമ്മുടെ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ഓമക്കായ മോര് കറി എന്ന് പറയില്ലേ. അപ്പോൾ പച്ചടി ആണെങ്കിൽ അങ്ങനെയൊന്നും പറയാം നമുക്ക്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമ്മുടെ കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.